സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറോ മലബാർ സഭ ദിനപത്രമായ ദീപിക മുഖപ്രസംഗം. ആസൂത്രിതമായ ക്രൈസ്തവ വേട്ടയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇരിഞ്ഞാലക്കുട രൂപത ഇടയലേഖനത്തിൽ പറയുന്നു. രൂപതാധ്യക്ഷൻ ബിഷപ്പ് പോളി കണ്ണുകാടൻ സഭാ നേതൃത്വമാണ് ഔദ്യോഗിക നിലപാട് പറയേണ്ടതെന്ന് വ്യക്തമാക്കി. ബിജെപി വാക്കുപാലിച്ചെന്ന മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായ പരോക്ഷ വിമർശനമാണെന്നാണ് വ്യാഖ്യാനം. അതേസമയം കടുത്ത ബിജെപി വിമർശനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും മറ്റ് അതിരൂപതകളും സിറോ മലബാർ സഭയുടെ നേതൃത്വവും പിൻവലിഞ്ഞു. മലബാർ സഭയുടെ നിയന്ത്രണത്തിലുള്ള ദീപിക ദിനപത്രം ബജ്രംഗ് ദളിനെ പേരെടുത്ത് പറഞ്ഞാണ് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. കള്ളക്കേസിൽ കുടുക്കിയത് സംഘപരിവാർ സംഘടനയെന്ന് മുഖപ്രസംഗം പറയുന്നു. ന്യൂനപക്ഷങ്ങളുടെ മുഖമടിച്ചു പൊളിക്കാൻ വർഗീയ സംഘടനകൾ നാട് നിരങ്ങുകയാണ്. ക്രൈസ്തവ വേട്ട നടത്തുന്ന ബജ്രംഗ് ദളിന് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്ര സർക്കാർ ആത്മപരിശോധന നടത്തണം. കേരളത്തിലെ ക്രൈസ്തവർ ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞതായും ദീപിക മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ സംഘടനയെയും വിമർശിച്ച് ഇടയലേഖനം പുറത്തിറക്കിയത് ഇരിങ്ങാലക്കുട രൂപത മാത്രം. കൂടുതൽ പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും സിറോ മലബാർ സഭാ നേതൃത്വം ഇന്ന് തയ്യാറായിട്ടില്ല. ജാമ്യത്തിൽ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ച മാർ ജോസഫ് പാംപ്ലാനിയോടത് വ്യക്തിപരമായ നിലപാടെന്ന് വിശദീകരിച്ച് മറുവിഭാഗം ഒളിയം വേയുകയും ചെയ്തു. ബിജെപിയോടുള്ള സമീപനത്തിൽ തിരിച്ചറിവുണ്ടായെന്ന് ഒരു വിഭാഗം വിശദീകരിക്കുമ്പോഴും മൃദു സമീപനം തുടരുന്നതാണ് മറുവിഭാഗം ബിഷപ്പുമാരുടെ നിലപാട്. ബിജെപിയുമായുള്ള ചങ്ങാത്തത്തിൽ കേരള സഭയിൽ രണ്ട് പക്ഷമെന്ന് വ്യക്തമാക്കുന്നു ഉയരുന്ന ഭിന്നസ്വരങ്ങൾ. റിപ്പോർട്ടർ, കൊച്ചി.